നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ടാണ്. ഇത്തരത്തിലുള്ള ഡെയിലി വേജസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അതേപോലെ തന്നെ ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഡെയിലി വേജസ് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളുകളിൽ അധ്യാപകരാകാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ അതൊക്കെ താൽക്കാലികം മാത്രമാണ്, അല്ലെ? ശാശ്വതമായിട്ട് നമുക്കൊരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപനം ആണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന LPUPക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിക്കാം. നിലവിലെ സാഹചര്യത്തിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് റാങ്കുകൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കാനായിട്ട് സാധിക്കുക. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ നമ്മൾ ആരംഭിക്കണം. LPUPയുടെ ലോങ് ടേം ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇത് ആരംഭിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഡെയിലി വേജസ് ആയിട്ടാണെങ്കിലും നമുക്കൊരു സ്കൂളുകളിൽ പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഡെയിലി വേജസ് വേക്കൻസീസ് ആണെങ്കിലും അല്ലെങ്കിൽ LPUP എന്ന എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം കേഡറ്റ് എന്ന കടമ്പ നേടിയെടുത്തേ പറ്റൂ. അപ്പൊ അതിനായുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുക. കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇത് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻസിലേക്ക് പോവാം. കൂടിക്കാഴ്ച 11 പൂക്കോട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ പൂക്കോട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം ടീച്ചിങ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 10 മണിക്ക് നടക്കുന്നതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് MTechഉം നെറ്റുമുള്ളവർക്ക് പങ്കെടുക്കാം. ഈ യോഗ്യതയിലുള്ള ഉദ്യോഗാർത്ഥികളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് MTech ബിരുദധാരികളെ പരിഗണിക്കാവുന്നതാണ്. അടുത്തത് അധ്യാപക ഒഴിവ്. മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷത്തിൽ സംസ്കൃത അധ്യാപക സ്ഥിരം ഒഴിവുകളിലേക്ക് താല്പര്യമുള്ളവരെ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 23 മുൻപ് അപേക്ഷ നൽകേണ്ടതാണ്. സീതാംകോളി ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിംഗ് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമിക്കുന്നു. അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 10:30 നടക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം, ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ NCCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NAC 1 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണ്ടതാണ്. പത്തനംതിട്ട മാർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർഡൻ ടീച്ചർ ബിരുദം, NTT മോണ്ടിസോറി ട്രെയിനിങ്, ജോലി പരിചയം, വെഹിക്കിൾ സൂപ്പർവൈസർ, കെയർ ടേക്കർ, 10ാം ക്ലാസ് ITI ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ്, 5 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 35 മുതൽ 50 വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആലപ്പുഴ ടീച്ചർ മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഹിന്ദി, കമ്പ്യൂട്ടർ എന്നിവയ്ക്ക് സെന്റ് ബറൂഷ്മാസ് പബ്ലിക് സ്കൂൾ, ഐരാൻകുടി, എടപ്പോൺ, മാവേലിക്കര അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശൂർ ജില്ലയിൽ പ്രൈമറി ടീച്ചർ DED TTC, കമ്പ്യൂട്ടർ TTC, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, മ്യൂസിക് ടീച്ചർ എന്നിവയ്ക്ക് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 55-ൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എറണാകുളം ഡ്രോൺ ബോസ്കോ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എക്കണോമിക്സ്, കമ്പ്യൂട്ടർ, നഴ്സറി, സ്വിമ്മിംഗ് കോച്ച്, ഡ്രൈവർ, ആയ, വാച്ച്മാൻ, ഹോസ്റ്റൽ വാർഡൻ എന്നിവയ്ക്കുള്ള തസ്തികകളിലേക്ക് ഒഴിവുകളുണ്ട്. ബയോഡാറ്റ താഴെ കാണുന്ന നമ്പറിൽ അയക്കേണ്ടതാണ്. സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രൊഫസർ, അസോസിയേറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ, യോഗ്യത AICTE ചട്ടപ്രകാരം ലാബ് ഇൻസ്ട്രക്ടർ, BCI ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മാർച്ച് 18 അപേക്ഷിക്കാവുന്നതാണ്. ജിവാജി യൂണിവേഴ്സിറ്റി 40 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഗോളിയറിൽ ജിവാജി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കുള്ള അവസരങ്ങൾ 40 ഒഴിവുകളാണുള്ളത്. ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ആർക്കിയോളജിക്കൽ, ബയോ കെമിസ്ട്രി, ബോട്ടണി, കെമിസ്ട്രി, ഇക്കോണമിക്സ്, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സുവോളജി ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലേക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഡൽഹി കിരോറിമാൻ കോളേജിൽ 57 അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. മാർച്ച് വരെ അപേക്ഷിക്കാനായി സാധിക്കും. ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. മാർച്ച് 27 വരെ അപേക്ഷിക്കാം. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സീനിയർ അസിസ്റ്റന്റ് കാർട്ടോഗ്രാഫർ അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോഗ്രഫി, അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ് എന്നിവയ്ക്ക് അപേക്ഷിക്കാം.
മുംബൈ അലി യാവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 52 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അലി യാവർ ജംഗ്ഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് വിവിധ തസ്തികകളിലേക്കായി 52 ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. മാർച്ച് 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ PDF ലഭിക്കാനായി, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായും നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. ഉത്തർപ്രദേശിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് വിവിധ വകുപ്പുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 58 ഒഴിവുകൾ കരാർ നിയമനം ഏപ്രിൽ 24 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്ഡേഷൻസ് എല്ലാം വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഓൾ കേരള വേക്കൻസി ചാനലിലെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്